രക്ഷയുടെ പാതയിൽ. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സന്തോഷമാണോ? എന്താ അല്ലേ? വിഷമമുണ്ടെന്നോ? എന്താ വിഷമം? സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല. അതാണല്ലേ വിഷമം. വിഷമിക്കണ്ട കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞാലേ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ സ്കൂളിൽ പോകും, കൂട്ടുകാരെ കാണും, പിന്നെയോ പഠിക്കും, കളിക്കും, ചിരിക്കും. ഇപ്പൊ സന്തോഷമായോ? ആയല്ലേ? അപ്പോഴേ സന്തോഷമാണെങ്കിൽ എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് പുഞ്ചിരിച്ചേ. ആഹാ, എന്തു ഭംഗിയാ എല്ലാവരെയും കാണാൻ. കുഞ്ഞുമക്കളെയാ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം. കുഞ്ഞുമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ വേഗം കേൾക്കും. നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടല്ലേ? നമ്മൾ എന്നും ഈശോയോട് നിരന്തരം മുട്ടുകുത്തി കണ്ണുകൾ അടച്ച് എന്നും പ്രാർത്ഥിക്കണം. അപ്പം നമ്മുടെ ഈ അസുഖങ്ങളൊക്കെ മാറി നമ്മൾ പണ്ടത്തെ പോലെ ഓടിച്ചാടി സ്കൂളിലൊക്കെ പോകും. ഇപ്പം ഇഷ്ടമായി എല്ലാവർക്കും? ഉണ്ടല്ലേ? അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് പ്രാർത്ഥിച്ചാലോ? എങ്ങനെയാ പ്രാർത്ഥിക്കാന്നാ ടീച്ചർ പറഞ്ഞത്? കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്നേ ദിവസം മുഴുവൻ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. അമ്മേ മാതാവേ, ചിതറിപ്പോകുമായിരുന്ന അപ്പസ്തോലന്മാരെ നീ ഒരുമിച്ച് കൂട്ടി അവർക്ക് വചനം മനസ്സിലാക്കാനും എല്ലാം നീ സഹായിച്ചു. ഹോളി സ്പിരിറ്റിനെ സ്വീകരിക്കാനും അതുപോലെ തന്നെ വചനം പ്രഘോഷിക്കാനും ഒക്കെ നീ അവർക്ക് സഹായിച്ചില്ലേ? അവരെ പ്രാർത്ഥനയിൽ അമ്മേ മാതാവേ നീ ഒരുമിച്ച് നിർത്തിയില്ലേ? അതുപോലെ ഞങ്ങളെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും അതുപോലെ തന്നെ സ്ട്രോങ് ആയി ഈശോയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇപ്പോ ഈ കൊറോണയും ലോക്ക്ഡൗണും ഒക്കെ കാരണം ഞങ്ങൾ അൾത്താരയിൽ നിന്നും അകന്നു നിൽക്കുകയല്ലേ. അപ്പോൾ നിരന്തരമായി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അൾത്താരയോട് പ്രാർത്ഥനയിൽ ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ നീ ഹെൽപ്പ് ചെയ്യില്ലേ? ഞങ്ങളെ സഹായിക്കില്ലേ ഈശോയെ? ആമേൻ. ഇനി എല്ലാ കുട്ടികളും നല്ല കുട്ടികളായിട്ട് ഇരുന്നേ. എല്ലാവരും റെഡിയാണല്ലേ ക്ലാസ്സൊക്കെ കേൾക്കാനായിട്ട്? അപ്പോഴേ ടീച്ചർ ചോദിക്കട്ടെ, കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഓർത്ത് നോക്കിക്കേ, എന്തൊക്കെയാ പഠിച്ചേ? അവിടെ പറയുന്നുണ്ടല്ലോ ജോസഫ്. എന്താ പഠിച്ചത്? ഉറക്കെ പറ. ദൈവം ഈ ഭൂമിയെയും അതിലുള്ള സകലതിനെയും സൃഷ്ടിച്ചതിനെ കുറിച്ചാ പഠിച്ചത് അല്ലേ? എന്തൊക്കെയാ ദൈവം സൃഷ്ടിച്ചത്? ഒന്ന് പറഞ്ഞേ എല്ലാവരും. ഓരോരുത്തരായി പറഞ്ഞേ. എന്തൊക്കെയാ സൃഷ്ടിച്ചത്? ആകാശവും ഭൂമിയും, പിന്നെയോ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പിന്നെയോ മൃഗങ്ങൾ, പക്ഷികൾ. അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്നതെല്ലാം ആര് സൃഷ്ടിച്ചതാണ്? ദൈവം. പിന്നെ അവസാനം ദൈവം ആരെയാണ് സൃഷ്ടിച്ചത്? ആരെയാണ്? ഉറക്കെ പറ. മനുഷ്യരായ നമ്മളെ അല്ലേ? മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്. അപ്പോ ആദ്യം സൃഷ്ടിച്ച മനുഷ്യർ ആരായിരുന്നു? നമ്മുടെ ആദ്യത്തെ മാതാപിതാക്കൾ ആരായിരുന്നു? ആദവും ഹവ്വയും. എല്ലാ കുട്ടികളും കഴിഞ്ഞ ക്ലാസ് കേട്ട് നന്നായി പഠിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ വേഗത്തിൽ ഉത്തരം പറയണേ? ടീച്ചർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പൊ നമ്മുടെ ആദ്യ മാതാപിതാക്കള് ആദവും ഹവ്വയുമാണല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ നല്ല കുട്ടികളായിട്ട്? ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കണ്ടേ? ഇന്നത്തെ നമ്മുടെ പാഠം 2ാം പാഠമാണ്. 2ാം പാഠത്തിന്റെ പേരെന്താണെന്ന് അറിയണ്ടേ? ദൈവത്തോടൊത്തു വസിച്ച മനുഷ്യൻ. എന്താണ്? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉറക്കെ പറയാം. ദൈവത്തോടൊത്തു വസിച്ച മനുഷ്യൻ. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ആണല്ലേ? ടീച്ചർ ഇന്ന് ഒരു മനോഹരമായ കഥയാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. കഥയിലെ ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ എല്ലാവരും റെഡിയാണോ? ആണല്ലേ? അപ്പൊ കഥയിലേക്ക് കിടക്കാം. അങ്ങ് ദൂരെ ദൂരെ ഒരു തോട്ടം. ആ തോട്ടത്തിന്റെ പേര് ടീച്ചർ അവസാനം പറയാം. എന്തു മനോഹരമായ തോട്ടമാണെന്നറിയാമോ? നിങ്ങൾ തോട്ടം കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് തോട്ടം? അവിടെ അന്നക്കുട്ടി പറയുന്നുണ്ട്. എങ്ങനെയാണ്? വലിയ മരങ്ങളുണ്ട്, ചെറിയ ചെറിയ ചെടികൾ, പിന്നെയോ പൂക്കൾ എല്ലാം ഉണ്ടല്ലേ? അതുപോലെ തന്നെ ഒരു ഭംഗിയുള്ള തോട്ടമാണ് ഈ തോട്ടവും. ഈ തോട്ടത്തിലുമുണ്ട് വലിയ വലിയ മരങ്ങൾ,
ചെറിയ ചെടികൾ, പിന്നെയോ പല നിറത്തിലും മണത്തിലുമുള്ള പൂക്കൾ, പിന്നെയോ പലതരത്തിലുള്ള കാണാൻ നല്ല ഭംഗിയുള്ള കഴിക്കാൻ നല്ല സ്വാദുള്ള പഴങ്ങൾ. പിന്നെ മാത്രാണോ, ഈ തോട്ടത്തിന്റെ നടുവിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. എന്തിനാണ് ഈ നദി ഇങ്ങനെ ഒഴുകുന്നതെന്നറിയാമോ? തോട്ടത്തിലെ മരങ്ങൾക്കും ചെടികൾക്കൊക്കെ നനവ് നൽകിക്കൊണ്ടാണ് ഈ നദി ഇങ്ങനെ ഒഴുകുന്നേ. അപ്പൊ എന്തുണ്ടാവും? ചെടികളൊക്കെ നന്നായി വളരും, പുഷ്പിക്കും, ഫലങ്ങളുണ്ടാകും. അങ്ങനെ ഈ തോട്ടത്തിന്റെ നടുവിലൂടെ ഈ നദി ഇങ്ങനെ ഒഴുകാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടോ ഈ തോട്ടം? നിറയെ ചെടികളും പൂക്കളും ഒക്കെ, ഫലങ്ങളൊക്കെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന തോട്ടം, നടുവിലൂടെ ഒരു നദിയൊക്കെ പോയിട്ട് അല്ലേ? മാത്രമല്ല, ഈ തോട്ടത്തിന്റെ നടുവില് 2 വൃക്ഷങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്തേത് ജീവന്റെ വൃക്ഷം, രണ്ടാമത്തേത് നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം. എന്താണ് ജീവന്റെ വൃക്ഷം? എന്താണ് ജീവൻ? ജീവൻ എന്താണ്? ആരാണ് നമുക്ക് ജീവൻ നൽകിയത്? ദൈവമാണല്ലേ. ആദത്തിനെയും ഹവ്വയെയും സൃഷ്ടിച്ച് ദൈവം ജീവൻ നൽകി. നമ്മള് കഴിഞ്ഞ 1-ാം ക്ലാസ്സിലൊക്കെ ഇത് ഒത്തിരി പഠിച്ചില്ലേ? ജീവന്റെ ദാതാവ് ആരാണെന്നൊക്കെ പഠിച്ചില്ലേ? ആരാണ്? ദൈവമാണല്ലേ. നിങ്ങൾ ആരും മറന്നിട്ടില്ല, നല്ല കുട്ടികൾ കേട്ടോ. അപ്പൊ ജീവൻ നമുക്ക് നൽകിയത് ദൈവമാണ്. അപ്പൊ ആദ്യത്തെ വൃക്ഷം ജീവന്റെ വൃക്ഷം. രണ്ടാമത്തെ ഏതാണെന്നാ പറഞ്ഞ ടീച്ചർ? ഉറക്കെ പറ. നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം. എന്താണ് നന്മ? നന്മ എന്താണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? എന്താണ്? മറ്റുള്ളവരെ സഹായിക്കുന്നത്, മാതാപിതാക്കളെ അനുസരിക്കുന്നത്, മുതിർന്നവരെ ബഹുമാനിക്കുന്നത്, പിന്നെയോ ചെറിയ ചെറിയ ജോലികളൊക്കെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്നത്, ഇതെല്ലാം നന്മ പ്രവർത്തികളാണ്. ഇനി തിന്മയോ? തിന്മ സാത്താൻ നമ്മെ പ്രേരിപ്പിച്ച് നമ്മൾ ഓരോ കുറുമ്പുകൾ കാട്ടും അല്ലേ? കൂട്ടുകാരുമായി വഴക്കടിക്കും, പിന്നെയോ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാതെ നമ്മളിങ്ങനെ ഓടി നടക്കും, മുതിർന്നവരെ ബഹുമാനിക്കില്ല, പിന്നെയോ കൊച്ചു കൊച്ചു കുറുമ്പുകളൊക്കെ വീട്ടിലിരുന്ന് ഇങ്ങനെ ചെയ്യും അല്ലേ? ഇതൊക്കെ എന്താണ്? തിന്മ പ്രവർത്തികളാണ്. ഇങ്ങനെ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷമാണ് രണ്ടാമത്തേത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഓർത്ത് നോക്കാം. ഏതൊക്കെയാണ് ആ വൃക്ഷങ്ങൾ? തോട്ടത്തിന്റെ നടുവിലുള്ള 2 വൃക്ഷങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ജീവന്റെ വൃക്ഷം. പിന്നെയോ പെൺകുട്ടികളാണല്ലോ ഉത്തരം പറയുന്നത്, ആൺകുട്ടികളൊന്നും പറയുന്നില്ലല്ലോ. പറഞ്ഞേ. എന്താണ്? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. ഇങ്ങനെ 2 വൃക്ഷങ്ങൾ തോട്ടത്തിന്റെ നടുവിലുണ്ട്. അപ്പൊ എന്തു ഭംഗിയാണ് ഈ തോട്ടം! നിങ്ങൾക്ക് കാണാൻ തോന്നുന്നില്ലേ? ടീച്ചർക്കും കാണാൻ തോന്നുന്നുണ്ട്. വലിയ വലിയ മരങ്ങൾ, ചെടികൾ, പല നിറത്തിലും മണത്തിലുമുള്ള പൂക്കൾ, പിന്നെയോ കാണാൻ ഭംഗിയുള്ളതും സ്വാദുള്ളതുമായ പഴങ്ങൾ, പിന്നെയോ തോട്ടത്തിന്റെ നടുവിലൂടെ ഒഴുകുന്ന നദി, പിന്നെയോ തോട്ടത്തിന്റെ നടുവിൽ 2 വൃക്ഷങ്ങൾ. എന്തു മനോഹരമാണല്ലേ ഈ തോട്ടം കാണാൻ! ടീച്ചർ പറയട്ടെ, ഈ തോട്ടമാണ് ഏദെൻ തോട്ടം. എന്താണ് ഈ തോട്ടത്തിന്റെ പേര്? ഏദെൻ തോട്ടം. ഈ തോട്ടത്തിന് വേറൊരു പേര് കൂടിയുണ്ട്. അതെന്താണെന്നറിയാമോ? പറുദീസ. ഈ തോട്ടത്തിന്റെ മറ്റൊരു പേരെന്താ? പറുദീസ. ടീച്ചർ പറയട്ടെ, ഈ തോട്ടം ആരാണ് ഒരുക്കിയതെന്നറിയാമോ? ആരാണ്? നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ദൈവം. ദൈവമാണ് ഇത്രയും ഭംഗിയുള്ള ഏദെൻ തോട്ടം ഒരുക്കിയത്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആരായിരുന്നു? പറ, നിങ്ങൾ തന്നെ പറ. ആരായിരുന്നു? ആദവും ഹവ്വയും. നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദത്തിനും ഹവ്വയ്ക്കും താമസിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇത്രയോ മനോഹരമായ ഏദെൻ തോട്ടം ഒരുക്കിയത്. അപ്പോഴേ കൂട്ടുകാർക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ? ടീച്ചർക്കും പോകാൻ തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുള്ള തോട്ടം അല്ലേ? അപ്പോൾ ദൈവത്തോടൊപ്പം ദൈവത്തെ സ്നേഹിച്ചും അനുസരിച്ചും സന്തോഷത്തോടു കൂടിയ ആദവും ഹവ്വയും ആ തോട്ടത്തിൽ താമസിച്ചത്. ദൈവത്തോടൊപ്പം വസിക്കുമ്പം നമുക്ക് എന്താ കിട്ടാന്നറിയോ? സന്തോഷം. ദൈവത്തോടൊപ്പം വസിക്കുമ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ലഭിക്കും. എന്തൊക്കെയാണ്? സുഖം, സന്തോഷം, സമാധാനം, പിന്നെയോ പ്രത്യാശ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ദൈവത്തോടൊപ്പം വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കും.
ഇപ്പൊ നിങ്ങൾക്ക് കൊതിയാകുന്നുണ്ടല്ലേ? ഇനി ഈ കഥയുടെ ബാക്കി കാര്യങ്ങൾ കേൾക്കണ്ടേ? അങ്ങനെ ആദവും ഹവ്വയും ദൈവത്തെ അനുസരിച്ചും സ്നേഹിച്ചും ദൈവത്തോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞു. അങ്ങനെ 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 ഇനി ഇതിന്റെ ബാക്കി കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടല്ലേ? കൊതിയാവുന്നുണ്ടല്ലേ? ഇതിന്റെ ബാക്കി ടീച്ചർ അടുത്ത ക്ലാസ്സിലാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ് കാണാനായിട്ട് കാത്തിരിക്കണം. കാത്തിരിക്കില്ലേ? അപ്പോഴേ ടീച്ചർ ഇനി ഒരു കുഞ്ഞ് ആക്ഷൻ സോങ് പഠിപ്പിക്കട്ടെ. എല്ലാവരും ഇന്ന് പെട്ടെന്ന് എഴുന്നേറ്റേ. കളിക്കാൻ നിങ്ങൾ റെഡിയാണോ? ആർ യു റെഡി? ഓക്കെ. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ പാട്ട് കേൾക്കാൻ? പാട്ട് കേൾക്കാനും പാടാനും. അപ്പൊ നമുക്ക് പാടാം. കുഞ്ഞിക്കൈകൾ കൊട്ടി കൊട്ടി യേശുവിനായി പാടാം, കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിൻ പിൻപേ പോകാം. പാടാം, ഒരുമിച്ച് പാടാം, ഉറക്കെ. കുഞ്ഞിക്കൈകൾ കൊട്ടി കൊട്ടി യേശുവിനായി പാടാം, കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിനായി പോകാം. പേടിയൊട്ടും വേണ്ട, കൂടെ യേശുണ്ട്. പേടിയൊട്ടും വേണ്ട, കൂടെ യേശുണ്ട്. തിത്തൈ തിത്തൈ പാടി പാടി യേശുവിൻ പിൻപേ പോകാം. തിത്തൈ തിത്തൈ പാടി പാടി യേശുവിൻ പിൻപേ പോകാം. പാടാം, ഒന്നും കൂടി ഒരുമിച്ച് പാടാം. എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ? ഉണ്ടല്ലേ? പാടാം നമുക്ക് ഒന്നുകൂടി. കുഞ്ഞിക്കൈകൾ കൊട്ടി കൊട്ടി യേശുവിനായി പാടാം, കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിൻ പിൻപേ പോകാം. എന്താണ്? കുഞ്ഞിക്കൈകൾ കൊട്ടി കൊട്ടി യേശുവിനായി പാടാം, കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിൻ പിൻപേ പോകാം. പേടിയൊട്ടും വേണ്ട, കൂടെ യേശുണ്ട്. പേടിയൊട്ടും വേണ്ട, കൂടെ യേശുണ്ട്. തിത്തൈ തിത്തൈ പാടി പാടി യേശുവിൻ പിൻപേ പോകാം. തിത്തൈ തിത്തൈ പാടി പാടി യേശുവിൻ പിൻപേ പോകാം. നല്ല പാട്ടാണല്ലേ? എല്ലാവർക്കും ഇഷ്ടമായില്ല പാട്ട്? ഇനി നമുക്ക് ഇന്ന് എന്തൊക്കെയാ പഠിച്ചതെന്ന് നോക്കിയാലോ? നോക്കാം. ഇന്ന് നമ്മൾ പറുദീസ അല്ലെങ്കിൽ ഏദൻ തോട്ടത്തെ കുറിച്ച് അറിഞ്ഞു അല്ലേ? ഈ ഏദൻ തോട്ടം ദൈവം ഒരുക്കിയത് ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദത്തിനും ഹവ്വയ്ക്കും വേണ്ടിയാണ് അല്ലേ? ഇനി തോട്ടത്തിന്റെ നടുവിലുള്ള 2 വൃക്ഷങ്ങളുടെ പേരെന്താണ്? ജീവന്റെ വൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും. അപ്പം ഈ ഏദൻ തോട്ടത്തിന്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഉണ്ടല്ലേ? ഇനി ടീച്ചർ ഒരു കുഞ്ഞ് ആക്ടിവിറ്റി തരട്ടെ. നമ്മുടെ പുസ്തകത്തിലെ 15-ാമത്തെ പേജിലെ നമുക്ക് എന്താണ് കണ്ടെത്താം എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനമുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ദൈവത്തോടൊപ്പം വസിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്നാണ് ആ പ്രവർത്തനത്തിൽ ചോദിക്കുന്നത്. വഴി കണ്ടെത്തണം. ഇനി അത് മാത്രമാണോ? അത് കണ്ടെത്തി ആ ചതുരത്തിന് നേരെ നമ്മൾ എന്ത് ചെയ്യണം? നിറം കൊടുക്കുകയും ചെയ്യണം. നിറം കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അപ്പം എല്ലാ കുഞ്ഞുമക്കളും ഇന്ന് തന്നെ ഈ പ്രവർത്തനം ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. കൊടുക്കില്ലേ എല്ലാവരും? അപ്പോഴേ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? ഈശോയെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കൂടെ ആയിരുന്നതിനെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് എന്നും മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. അമ്മേ അമ്മേ അമ്മയ്ക്കരികെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൂടുന്നു. നന്മ നിറഞ്ഞവളെ മരിയെ മംഗളഗാനങ്ങൾ പാടുന്നു. തുള്ളിക്കളിക്കുന്ന മാലാഖ കുഞ്ഞുങ്ങളോടൊപ്പം ഞങ്ങളും ചേരുന്നു. ഉണ്ണീശോയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ആനന്ദഗീതങ്ങൾ പാടുന്നു. അമ്മേ അമ്മേ അമ്മയ്ക്കരികെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൂടുന്നു. നന്മ നിറഞ്ഞവളെ മരിയെ മംഗളഗാനങ്ങൾ പാടുന്നു. എല്ലാ കുഞ്ഞുമക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.